ആതിരപ്പള്ളി കോഴിപ്പള്ളി റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യത്യസ്ത സമരരീതിയുമായി എഎപി പ്രവർത്തകർ. പ്രാർത്ഥനയുമായി എഎപി പ്രവർത്തകരും നാട്ടുകാരും ഒത്തുചേർന്നു. വാരപ്പെട്ടി പഞ്ചായത്തിലെ 3 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നതെന്നും റോഡ് തീർത്തും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായ അവസ്ഥയിലാണ് പ്രാർത്ഥനാ സമരവുമായി രംഗത്തെത്തിയതെന്നും എഎപി പ്രവർത്തകർ പറഞ്ഞു. ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബോസ് കെ സി പരിപാടി ഉദ്ഘാടനം ചെയ്തു. എംഎൽഎ ഫണ്ട് 41 ലക്ഷം രൂപ അനുവദിച്ചു എന്ന ബോർഡ് വെച്ചിട്ടും റോഡ് റീടാറിംഗിന് വേണ്ടി ഇതുവരെ ഒരു നടപടികളും സ്വീകരിക്കാത്ത അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ഇനി പ്രാർത്ഥന മാത്രമേ രക്ഷയുള്ളൂ എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ കമ്മിറ്റി അംഗം ബാബു പി ചാട്ട് അഭിപ്രായപ്പെട്ടു. വാർഡ് പ്രസിഡന്റ് ജോയി കാട്ടുച്ചിറ, ഷാജു കൂത്തമറ്റം, സെക്രട്ടറി പ്രിയോസൺ വാരപ്പെട്ടി, ജിജോ പൌലോസ്, ലാലി കോഴിപ്പള്ളി എന്നിവർ നേതൃത്വം വഹിച്ചു. ഈ റോഡിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്തൊരവസ്ഥയാണ്. ഒത്തിരി രോഗികളുണ്ട്, ആംബുലൻസുകളുണ്ട്, പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ നിലവിലുള്ള സംവിധാനം ഇവിടെ അവർ പോലും വരാനായിട്ട് റോഡ് മോശമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് തള്ളൽ ആണോ എന്നൊരു സംശയമുണ്ട്. ഞങ്ങളുടെ നിവേദനങ്ങളും പരാതികളും വിവിധ തലങ്ങളിൽ കൊടുത്തപ്പോൾ ആ പരാതികൾക്ക് ഒരു തടയിടാനായിട്ട് തള്ളിയതാണോ ഞങ്ങൾക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രിയും മരുമോനും ഒക്കെ തള്ളൽ നമുക്കിപ്പോൾ അറിയാലോ. നാഷണൽ ഹൈവേയും എല്ലാം ഇപ്പോൾ അവരുടെയാണ് എന്ന് പറഞ്ഞ് തള്ളി ഇപ്പോൾ എവിടം വരെയെന്ന് അറിയില്ല. തള്ളൽ കൂടിയപ്പോൾ വിള്ളൽ വന്നു എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളുടെ നിവേദനങ്ങൾക്ക് വായ് മൂടാനാണ് ഇങ്ങനൊരു ഫ്ലക്സ് വെച്ചത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങളത് കാരണം ഇനി ഞങ്ങൾക്ക് മുട്ടാനൊരു വാതിലില്ല. സർവശക്തന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയല്ലാണ്ട് ഒരു മാർഗവുമില്ല. ഞങ്ങളിവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞു. അതിന്റെ ഫലം മൂലം ദൈവം അവർക്ക് നല്ല ബുദ്ധി തോന്നിച്ച് ഈ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാരമാക്കി തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.